ഖുറൈശികൾ എന്തെങ്കിലും ഒന്ന് നബിയെക്കുറിച്ച് പറഞ്ഞാൽ അത് നബിയിലുണ്ടായിക്കൂടാ. ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ആശയം. അതാണല്ലോ സാഹിർ എന്ന് അവർ പറഞ്ഞു. നബി സാഹിറല്ല, നബി സാഹിറായിട്ടില്ല. അതുപോലെ തന്നെ കാഹിൻ എന്നവർ പറഞ്ഞു. പക്ഷെ ഖുർആൻ എതിർത്തു, കാഹിനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഹിനല്ല. അതുപോലെ ഷായിറാണ് എന്ന് ഖുറൈശികൾ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു ലാ യംബഗി, ഒരിക്കലും അല്ലാഹുവിന് യോജിച്ചതല്ല. അല്ലംനാഹു ഷഅർ, അദ്ദേഹത്തിന് കവിത പഠിപ്പിക്കുക എന്നത്. അദ്ദേഹം കവിയല്ല. വലാ ബിഖൗലി കാഹിൻ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ ബിഖൗലി കാഹിൻ എന്ന് പറഞ്ഞതുപോലെ ഷായിറല്ല എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഖുറൈശികൾ എന്തെങ്കിലും നബിയെക്കുറിച്ച് പറഞ്ഞാൽ അത് നബിയിൽ ഉണ്ടായിക്കൂടാ എന്നാണോ? അല്ല. അല്ല എന്നൊരു തെളിവെന്താ? നിങ്ങൾ ഓതിയ ആയത്ത് തന്നെ, നിങ്ങൾ ഓതിയ ആയത്തിന്റെ മുമ്പത്തെ ആയത്ത് തന്നെ. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് ഓതിയ ആയത്തിന് മുമ്പ് തന്നെ എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ ഓതി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വഖാലു മാ ലിഹാദർ റസൂലി യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖി ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ وقال الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. ഈ ആയത്ത് തന്നെയാണ് ഖുറൈശികൾ എന്തെങ്കിലും നബിയെക്കുറിച്ച് പറഞ്ഞാൽ നബിയിൽ അത് ഉണ്ടായിക്കൂടാ എന്നില്ല എന്നതിന്റെ തെളിവ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുറൈശികൾ പറഞ്ഞ ആരോപണമാണ്. വഖാലു, അവർ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മാലിഹാദർ റസൂൽ, ഇതെന്ത് നബിയാണ്, ഇതെന്ത് പ്രവാചകനാണ്? യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഈ നബി ഭക്ഷണം കഴിക്കുന്നു എന്നാ. അവ ഖുറൈശി പറഞ്ഞെന്താ? നബിമാര് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഈ നബി എന്ത് നബിയാ? യഅകുലു തആം, ഭക്ഷണം കഴിക്കുന്നു. നമ്മളും ഭക്ഷണം കഴിക്കണില്ലേ? ദാ ഈ നബി എന്ന് പറയുന്ന ആളും ഭക്ഷണം കഴിക്കുകയാണ്. വയംശി ഫിൽ അസ്വാഖ്, നമ്മളിതാ കച്ചവടം നടത്തുകയാണ് ചന്തയിൽ വന്നിട്ട്. ദാ ഈ പ്രവാചകനും കച്ചവടം നടത്തുകയാണ്. അപ്പൊ അതും ആരോപണം പറയാണ്. ഇതൊന്നും നബിക്കുണ്ടായിക്കൂടാ? നബി ഭക്ഷണം കഴിച്ചുകൂടാ? നബിക്ക് ചന്തയിൽ കയറിക്കൂടാ എന്ന് ചോദിക്കാണ്. ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി പറഞ്ഞു വിടേണ്ടത് ഒരു മലക്കിനെയായിരുന്നല്ലോ. ആ മലക്കിനെ കൂടി ഈ മനുഷ്യനോടൊപ്പം പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഈ വ്യക്തിയോടൊപ്പം ആ മലക്ക് ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിച്ചു കൊടുത്തില്ല? ഫയകൂനു മഅഹു നദീറാ, ഈ വ്യക്തിയോടൊപ്പം താക്കീത് ചെയ്യാൻ ഒരു താക്കീതുകാരനെ മലക്കിനെ കൂടി വിട്ടിരുന്നെങ്കിൽ സൗകര്യമായിരുന്നല്ലോ. അപ്പോ മുശ്രിക്കുകൾ പറയും നബിയുടെ കൂടെ ആര് വേണം? ആര് വേണം? മലക്ക് വേണം. അങ്ങനെ വേണോ? വേണോ? അത് വേണ്ട. അതിന്റെ അർത്ഥം ആദ്യം നബി ഭക്ഷണം കഴിച്ചുകൂടാ, അതുപോലെ തന്നെ നബി ചന്തയിൽ പോയിക്കൂടാന്നാ ആണോ? അല്ല. അപ്പൊ ഖുറൈശികൾ പല ആരോപണങ്ങൾ നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് നബിയായിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയാകണമെങ്കിൽ മലക്കാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് നബിക്ക് ഭൂഷണമല്ല. അത് ഖുർആൻ വേറെ തന്നെ പറഞ്ഞു. കാഹിനായിക്കൂടാ, ഷായറായിക്കൂടാ, സാഹിറായിക്കൂടാ, ഇതൊക്കെ നബി അള്ളാഹു വേറെ പറഞ്ഞു. എന്നാലോ അതുപോലെ അക്രമികൾ പറഞ്ഞ ഒന്നാണെന്ത്? وقال الظالمون إن تتبعون إلا رجلا مسحورا وقال الظالمون, അക്രമികളായ ആളുകൾ പറയുകയും ചെയ്യുന്നു, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, മസ്ഹൂറായ സിഹ്ർ ബാധിതനായ ഒരു വ്യക്തിയല്ലാതെ അവർ പിന്തുടരുന്നില്ല. മാന്യ സഹോദരങ്ങളെ, ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? ഫുർഖാനിലെ ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? മക്കത്ത് അവതരിച്ചതാ. ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ നബിക്ക് സിഹ്ർ ചെയ്ത് എവിടെ വെച്ചാ? മദീനത്ത് വെച്ചിട്ടാ. അപ്പൊ ആർത്ഥത്തിലാണോ മക്കയിലെ ആൾക്കാർ ഈ പറയുന്നത്? അല്ല. അതാണ് ഒരു ഖുർആനിലെ ആയത്ത് എനിക്കോട് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കരുതെന്ന് പറയുന്നത്. ഒരു ഹദീസ് കണ്ടാൽ അത് ബുഖാരി ഇമാമിന് മനസ്സിലാകാത്തതുകൊണ്ട്, ഖുർആൻ ഓതാത്തതുകൊണ്ട് ബുഖാരി ഇമാം എടുത്തു കൊടുത്തതാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെക്കാളും വിവരമുള്ള ആളാണ് ഈ ഇമാം ബുഖാരി. എന്തെങ്കിലും നന്ദി ചുരുക്കിയത് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും അതിലേക്ക് ഞാൻ വരാം. അപ്പൊ പിന്നെ നബി മസ്ഹൂറാണ് എന്ന് പറഞ്ഞില്ലേ ആര്? ഖുറൈശികൾ. അത് ഏതിനെക്കുറിച്ച്? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. ലോകത്ത് വന്ന നബിമാരെ കുറിച്ചെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം മസ്ഹൂറാണ്.
കാരണം അവർ വേദം ഓതിക്കൊടുക്കുമ്പോൾ ആളുകൾ കേൾക്കാത്തത് പറയുകയാണല്ലോ. അപ്പോൾ ആളുകൾ പറയും ഇദ്ദേഹം ആരാ സിഹിർ ബാധിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അയാൾക്ക് ഭ്രാന്താണ്, സിഹിറാണെന്നൊക്കെ ആളുകൾ പരാതി പറയും. ആ സിഹിർ ഏതിനെ കുറിച്ചാ? അല്ലെങ്കിൽ അവർ പറഞ്ഞ മസ്ഹൂർ എന്ന് പറഞ്ഞ നബി ഓതിക്കൊടുക്കുന്ന ഖുർആൻ അത് സിഹിറിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മുഹമ്മദ് എന്തോ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് ഓതുന്നുണ്ട്, അത് മസ്ഹൂറായിട്ട് ഓതുകയാണെന്നാ ഖുർആൻ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറിച്ച് നോക്കിയോ സൂറത്ത് മുദ്ദസിർ 18 മുതൽ 24 വരെയുള്ള ആയത്തുകൾ എന്താണെന്ന് പറയുന്നത്? എന്താണെന്ന് പറയുന്നത്? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു പണ്ട്. അറിയപ്പെട്ട സാഹിത്യകാരൻ മക്കത്തുണ്ടായിരുന്നു. വലീദ് ബിൻ മുഗീറ എന്നാണ് പേര്. ആ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ആളെ വിളിച്ചോണ്ട് വന്നു ഖുറൈശികൾ. മുഹമ്മദ് പറയുന്നത് ഇത് അയാളുടെ സ്വയം വാക്കാണോ അല്ല ഇത് ദൈവം അവതരിപ്പിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്, അതല്ല ദൈവികമാണോ എന്ന് പരിശോധിക്കും, നിങ്ങൾ വലിയ സാഹിത്യകാരനല്ലേ, ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് വലീദ് ബിൻ മുഗീറയെ വിളിച്ചോണ്ട് വന്നു. വലീദ് ബിൻ മുഗീറ അത് കേട്ടു. അയാൾക്ക് മനസ്സിലായി ഇത് അള്ളാന്റെ കലാമാണെന്ന്. പക്ഷെ ആളുകളെ നോക്കുമ്പോൾ ആളുകളൊക്കെ എന്താണ് മുഹമ്മദ് നബിക്ക് എതിരാ നിൽക്കണത്. അപ്പൊ ഇയാൾ എന്തെടുത്തറിയോ? ഇയാൾ പതുക്കെ അടവ് മാറ്റി. ഇയാൾക്ക് ബോധ്യപ്പെട്ടല്ല അയാൾ പറയുന്നത്. നേരെ മറിച്ച് അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر. എന്താ പറയുന്നത്? വലീദ് ബിൻ മുഗീറ എന്താ പറയുക? അയാളൊന്ന് ചിന്തിച്ചു, എവിടെ കണക്കൂട്ടി, എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി, ആളുകളെയൊക്കെ ഒന്ന് നോക്കി, ഭൂരിപക്ഷം എവിടെ നിന്നൊക്കെ നോക്കി. അങ്ങനെ വീണ്ടും അയാൾ കണക്ക് കൂട്ടി. തുമ്മനതറ പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. തുമ്മാബസ പിന്നെ ഒന്ന് നെറ്റ് ചുളിച്ചു. അങ്ങനെ മൂപ്പരൊക്കെ ഒന്ന് ഭാവമൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞ് കിബർ നടിച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു ഇൻഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ. ഇൻഹാദാ ഇതല്ല, ഇല്ലാ സിഹ്റു യുഅ്സർ, കെട്ടി ഉണ്ടാക്കപ്പെട്ട സിഹിറല്ലാതെ അല്ല. ഏതാണ് ആ സിഹിർ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വലീദ് ബിൻ മുഗീറ പറഞ്ഞ ഇൻഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ എന്ന് പറഞ്ഞ സിഹിർ ഏതാ? ഈ മുഹമ്മദ് പറയുന്ന ഖുർആൻ യഥാർത്ഥത്തിൽ എന്താണ്? സിഹിറാണെന്നാ. മനസ്സിലായോ? അവൻ മസ്ഹൂർ എന്ന് ഖുറൈശികൾ പറഞ്ഞ ഏതാ? പിന്നെ മദീനത്ത് നിന്ന് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന മനുഷ്യൻ ജൂതൻ നബിക്ക് സിഹിറിനെ പറ്റിയല്ല. ഇനി ലോകത്ത് കടന്നു വന്ന മൂസാ നബിയെ കുറിച്ച് ഇത് പറഞ്ഞ് ഖുർആൻ പറയാ വലഖദ് ആതൈനാ മൂസാ തിസ്ആയാതിൻ ബയ്യിനാത് ഫസ്അൽ ബനി ഇസ്രായീല ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔനു ഇന്നി ലഅظുന്നുക യാ മൂസാ മസ്ഹൂറാ. മൂസാ നബിയോട് ഫിർഔൻ പറയാ മൂസാ നീ മസ്ഹൂറാണെന്ന്. മനസ്സിലായോ? അത് ഏത് മസ്ഹൂറ? ആരെങ്കിലും സിഹിർ ചെയ്ത മസ്ഹൂറ ആണോ? അല്ല. മൂസാ നബി പറയുന്ന തൗറാത്ത് അതെന്താണ്? മസ്ഹൂറാണെന്നാ. അത് ശരിയല്ല. അതാണ് ആയത്തിൽ പറഞ്ഞത് മുഴുവനും. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ആയത്തുണ്ട്, എല്ലാം കൂടെ ഓതാൻ ഇവിടെ സമയമില്ല. ഞാനിപ്പോൾ ഓതി പറഞ്ഞാൽ പറയും 35 മിനിറ്റായി 45 മിനിറ്റായി എന്നൊക്കെ പറയും. ഞാൻ ഓതാൻ സമയമില്ലാത്തതുകൊണ്ട് ഓതണില്ല. പറഞ്ഞാൽ പടപടാന്ന് ഇങ്ങനെ ഓതി തരാം. മറിച്ച് നോക്കിയോ സൂറത്തുൻ നംൽ 9 മുതൽ 13 വരെയുള്ള ആയത്ത്, സൂറത്തുൽ ഖസസ് 36-ാമത്തെ ആയത്ത്, സൂറത്തു മാഇദ 110-ാമത്തെ ആയത്ത്, അവിടെ നിന്ന് അങ്ങോട്ട് സൂറത്ത് ഹൂദ് 7-ാമത്തെ ആയത്ത്, അവിടെ നിന്ന് പോയ സൂറത്ത് അന്നാം 7-ാമത്തെ ആയത്ത്, സബ 43-ാമത്തെ ആയത്ത്, സാഫാത്ത് 12 മുതൽ 16 വരെയുള്ള ആയത്ത്, സഫ് 6-ാമത്തെ ആയത്ത്, ഇതൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോ ഇതൊന്നും പഠിക്കാത്ത ആളല്ല ഇമാം ബുഖാരി. ഇനി ഈ ആയത്ത് കൊണ്ടൊന്നും ബുഖാരിയിലെ ഹദീസ് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വിവരമുള്ള അറിവുള്ള അതിനെപ്പറ്റി അറിയുന്ന ഒരാളും പറയില്ല. നേരെ മറിച്ചത് പറഞ്ഞതാരാ? അത് പറഞ്ഞത് ലോകത്ത് കഴിഞ്ഞു പോയ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ. ആ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളായ ആളുകൾ, അവരെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഖുർആന് വിരുദ്ധമാണെന്നും അത് സ്വീകരിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള വിവരദോഷങ്ങൾ, അറിവുകേടുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മടവൂരികളും ചില ചേകന്നൂരികളും ഒക്കെ അത് പ്രചരിപ്പിച്ചിടക്കുന്നുണ്ട്. ഇത് ഖുർആനെതിരാണെന്ന് പറഞ്ഞിട്ട് ഈ ഖുർആനും പഠിച്ചില്ല, ഒരു ഹദീസും പഠിച്ചിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് കേട്ടോളൂ. സാബിത്തുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്, ഹദീസിനെ കുറിച്ചറിയുന്ന, ഹദീസിന്റെ സനദും ഹദീസിന്റെ മത്തിനും അറിയുന്ന, അതിനെപ്പറ്റി വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് അവരുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ്. ലാ യഖ്തലിഫൂന ഫീ സിഹ്ഹതി, ഒരിക്കലും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അതിന്റെ സിഹത്തിൽ, ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ. അഥവാ ലബീദ് ബിൻ ആസം എന്ന ജൂതൻ നബിക്ക് സിഹിർ ചെയ്തു എന്ന് പറയുന്ന ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. വഖദ് ഇത്തഫഖ അസ്ഹാബു സ്വഹീഹൈൻ അലാ തസ്ഹീഹിഹി, ഈ ഹദീസ് സ്വഹീഹാണെന്ന കാര്യത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഏകോപിച്ചിട്ടുണ്ട്. വലം യതകല്ലം ഫീഹി അഹദുൻ മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ,
ഹദീസുകളെ സംബന്ധിച്ചറിയുന്ന ഒരാളും ഒരക്ഷരം പോലും ഈ ഹദീസിനെതിരെ സംസാരിച്ചിട്ടില്ല. വൽ ഖിസ്സത്തു മശ്ഹൂറ, ലബീദ് ഇബ്നു ആസം എന്ന് പറയുന്ന ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന ഈ സംഭവം അത് പ്രസിദ്ധമായതാണ്. ഇന്ദ അഹ്ലി തഫ്സീർ, ലോകത്തിൽ വിശുദ്ധ ഖുർആൻ തഫ്സീർ എഴുതിയ, വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ആളുകളുടെ അടുക്കലും ഇത് പ്രസിദ്ധമാണ്. വസ്സുനനി, അതുപോലെ തന്നെ സുനനുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും, അതുപോലെ അൽ ഹദീസി, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസുകളും, അതുപോലെ താരീഖി, ചരിത്രം എഴുതിയ ചരിത്രകാരന്മാരും, വൽ ഫുഖഹാഇ, അതുപോലെ കർമ്മശാസ്ത്ര പടുക്കളും, ഈ രൂപത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിക ലോകത്ത് വിവരമുള്ള പരിജ്ഞാനമുള്ള ആളുകളെല്ലാവരും ഒരുപോലെ മുഫസ്സിറുകളും അതുപോലെ മുഹദ്ദിസുകളും അപ്രകാരം തന്നെ ചരിത്രകാരന്മാരും ഫുഖഹാക്കളും എല്ലാം ഒരുപോലെ സ്വീകരിച്ച ഹദീസാണിത്. വഹഉലാഇ അഅലമു ബിഅഹ്വാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅയ്യാമിഹി മിനൽ മുതകല്ലിമീൻ. ഈ രൂപത്തിൽ മുത്തക്കല്ലിമുകളായ വചനശാസ്ത്രത്തിന്റെ ആളുകളായ പിഴച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ നബിയുടെ രാപ്പകലുകളെ സംബന്ധിച്ച് നന്നായി അറിയുന്ന, റസൂലുള്ളാഹിന്റെ അഹ്വാലുകളെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ലോകത്ത് കഴിഞ്ഞു പോയ മുഫസ്സിറുകളുടെ അടുക്കലും അതുപോലെ തന്നെ മുഹദ്ദിസുകളുടെ അടുക്കലും ചരിത്രകാരന്മാരുടെ അടുക്കലും ഫുഖഹാക്കളുടെ അടുക്കലും സ്ഥിരപ്പെട്ട ഈ ഹദീസാണ്. ഈ ഹദീസെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഉറച്ചു വിശ്വസിക്കുകയും അവരെങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇതിന് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്, ഖുർആനെതിരാണ് തൊള്ളുകൊണ്ട് പറയും, പക്ഷെ ഖുർആനെതിരാണെന്ന് തെളിയിക്കാൻ ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയില്ല.